പറയട്ടെ ഗൈസ്, സത്യം പറയാല്ലേ കല്യാണം നടക്കില്ല. അങ്ങോട്ടല്ലേ? പുതിയൊരു സൊമാറ്റോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ബാഗെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞില്ല കേട്ടോ, നോക്കിയില്ല. അപ്പം ഇന്നൊരു പുട്ടാണ് കേട്ടോ, പുട്ടും പയറും. നല്ല തണുപ്പുണ്ട്, പുട്ടുണ്ട്, ഇവിടെ പയറുണ്ട് കേട്ടോ. ഗൈസ്, അപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം നേരെ കഴിക്കട്ടെ. ഓക്കെ, കട്ടൻ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് 11 to 3 വർക്ക് ചെയ്യാൻ പോകുന്നത് സൊമാറ്റോയിൽ. രാവിലെ എല്ലാം ചാപ്പിയെല്ലാം കുടിച്ചിട്ട് പെട്ടെന്ന് പോകും. 11 to 3 നമ്മൾ വർക്ക് ചെയ്യാൻ പോണതിൽ ഫസ്റ്റ് ഓവർ നമുക്ക് അടിച്ചിട്ടുണ്ട്. സുപ്രീം ബേക്കറിയാണ് ഫസ്റ്റ് ഓവർ അടിച്ച സമയം എന്ന് പറയുന്നത് 11:52 കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. ഫസ്റ്റ് ഓവർ അടിച്ച സുപ്രീം ബേക്കറിയാണ്. ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ ഉള്ളൂ കേട്ടോ. ഫുഡും റെഡി വന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് പോവാം. അപ്പോൾ ഐറ്റം എടുക്കാം. ലെമൺ ജ്യൂസ് ഇതിനകത്തുണ്ടോ? ജ്യൂസ് വാട്ടർമെലൺ ജ്യൂസാണ്. പൈസ അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് വാട്ടർമെലൺ ജ്യൂസ് 300 ml ഉഴുന്ന് വടയാണ് കേട്ടോ. ബാർകോഡ് സ്കാൻ ചെയ്യാം. എവിടെ പൈസ കൊടുക്കാനുള്ളത് IT മിഷനാണ് കേട്ടോ. പട്ടം കേരള സ്റ്റേറ്റ് IT മിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 1.6 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം കേട്ടോ. ഭയങ്കര തിരക്ക് കേട്ടോ. ഹൈലക്സ് കേട്ടോ, വീട്ടിലെ വണ്ടിയാണ് കേട്ടോ, ടൊയോട്ടയിലെ ഹൈലക്സ്. പണ്ട് ഇതുപോലെ ഏതൊരു വീഡിയോയിൽ ആരാ പറഞ്ഞ കേട്ട് ഹൈലക്സിന് പിന്നെ നമ്മളെ പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് കൊടുക്കൂലെന്ന്. ടാക്സി മാത്രമേ കൊടുക്കുള്ളൂ. ടാക്സി എന്ന് പറഞ്ഞാൽ മറ്റേ ലോഡ് അക്കൗണ്ട് പോണില്ലേ, അതിന് മാത്രമേ കൊടുക്കുള്ളൂ എന്നാണ് കേട്ടത്. നല്ല സൂപ്പർ വണ്ടിയാണ് കേട്ടോ. അതുപോലെ അറിയാലോ, ടൊയോട്ടയാണ്, കിടന്നു ഓടും. പിന്നെ ഒന്നും നോക്കണ്ട, മാച്ച പൈസ വെറുത്താണ്. പക്ഷെ അതിനനുസരിച്ച് മാച്ച പൈസ വെറുത്താണെന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് പണി ഉണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അല്ല ചുമ്മാ മാറ്റിയിട്ടൊരു കാര്യമില്ല. എനിക്ക് കാറിനെ കുറിച്ചൊന്നും വലിയതായിട്ടൊന്നും അറിഞ്ഞൂടാ, എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും. അതിപ്പോൾ ആരായാലും നോട്ട് ചെയ്യും. എനിക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹൈലക്സ്, പിന്നെ നമ്മളെ എൻഡവർ, ഫോർഡ് എൻഡവർ. നമുക്ക് ലെഫ്റ്റാണ് കൊടുക്കാനുള്ളത് കേട്ടോ. പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് കയറി പോകാനുള്ളത്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങോട്ട്. ഒരു പ്രാവശ്യമല്ല, 2-3 നേരം പോയിട്ടുണ്ട് അങ്ങോട്ടല്ലേ. ഒരു പുള്ളിക്കാരൻ വന്ന് പെട്ടെന്നൊന്ന് കയറി. വണ്ടി പറഞ്ഞത് അങ്ങനെ കണ്ടു കേട്ടോ. എന്നിട്ട് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യണം. എന്തെല്ലാം മനുഷ്യരെന്ന്. എന്നിട്ട് നമുക്ക് കുറ്റോ. എന്നിട്ട് പറയാൻ എന്തിനാണ്, എവിടെ നോക്കിയാടെ വണ്ടി ഓടിക്കണേ. എൻ്റെ ലൊക്കേഷൻ തെറ്റി. ഏട്ടാ വളിയന്മാർ കാരണം. നമ്മൾ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓട്ടിക്കണം എന്നല്ല പറയണേ, എങ്കിലും ഒരു പരിധി വരെ നമ്മൾ നല്ല ശ്രദ്ധിച്ച് തന്നെ ഓട്ടിക്കണം. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോകണം. കാണിക്കണം പരിപാടി.
ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് വിളിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. സെക്യൂരിറ്റി ക്യാബിൽ കൊടുത്തേക്കാൻ പറഞ്ഞു കേട്ടോ. ശ്രീജ ഇവിടെ കൊടുത്തേക്കാൻ നോക്കിട്ടാ. അപ്പോൾ 36 രൂപ 48 പൈസയാണ് കേട്ടോ കിട്ടിയത്. നമുക്ക് നേരെ പോകാം. ഗരം മസാലയിൽ അവിടെ മസ്റ്റായിട്ട് ഉറപ്പായിട്ട് ഓർഡർ അടിക്കുമെന്നാണ് കാണിക്കുന്നത്. നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. കൺഫേം ആയിട്ട് അവിടെ നിന്ന് ഓർഡർ കിട്ടുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. നേരെ അങ്ങോട്ട് പോവാം. ചിലപ്പോൾ കിട്ടും കേട്ടോ. എനിക്ക് ഇന്നലെ ഒരു നമ്മളെ സബ്സ്ക്രൈബറിൻ്റെ ഒരു മെസ്സേജ്, ഒരു കമൻറ്റ് വന്നായിരുന്നു കേട്ടോ. ജീവിതത്തിൽ സന്തോഷിക്കുന്ന കാര്യങ്ങളും ജീവിതത്തിൽ സന്തോഷിക്കുന്ന കാര്യങ്ങളും ആ സന്തോഷിക്കാനുള്ള കാരണവും, പിന്നെ സന്തോഷത്തിൽ ജീവിതത്തിൽ ഹാപ്പി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്ക് പറയാം കേട്ടോ. രാവിലെ അത് മറന്നുപോയി സത്യം പറഞ്ഞാലേ. പിന്നീട് ഇപ്പോഴാണ് ഓർമ്മിച്ചത്. അപ്പോൾ ആദ്യത്തെ സന്തോഷിക്കുന്ന കാര്യം പറയാം. സന്തോഷിക്കുന്ന കാര്യം ഒന്നാമത്തത്, ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം അല്ല ഒരു പരിധി വരെ ഓക്കെ കറക്റ്റാக നടന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ വേറെ ഇപ്പം എന്താ പറയുക, നമ്മളെ ഫാമിങ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ഒരു പരിധി വരെ എനിക്ക് അനുകൂലമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കൃഷി ചെയ്യണ പരിപാടി അത് പലർക്കും ഇഷ്ടമില്ല, പലർക്കും പല രീതിയാണ്. പക്ഷെ എനിക്ക് താല്പര്യമുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം, ഒരു മനസ്സുഖം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യും കേട്ടോ. ഏകദേശം തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് എടുത്തത്. ഗരം മസാലയിൽ നിന്ന് കേട്ടോ. നേരെ കൊടുക്കുക, പ്ലാമൂടാണ് നേരെ കൊടുക്കാനുള്ളത്. ഓഹാ ബസ് അയ്യേ, ഞാൻ അതിൻ്റെ ഇടയിലായിപ്പോയി കേട്ടോ. എന്ത് ചെയ്യുമെന്ന് നോക്കിയോ. ഞാൻ അതിൻ്റെ ഇടയിലായിപ്പോയി. ബസ് പേ ഇല്ല, അതിൻ്റെ ഇടയിലായിപ്പോയി. ബാക്കി ബസ് വന്നപ്പോഴാണ് കണ്ടത്. നമുക്ക് കൊടുക്കാനുള്ള പ്ലാമൂടാണ്. ഇവിടുന്ന് 1.9 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാൻ പറ്റൂല, കാരണം ഭയങ്കര തിരക്ക് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഒഡീഷ നമ്മൾ പറ്റേട്ടാ. ഇവിടെ നിന്ന് ഓടി എത്തിയാട്. അവിടെ നിന്ന് ഓടി എത്തിയെന്ന് ചിലപ്പോൾ പാഴ്സൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ട്രെയിനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര തിരക്ക് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കൊന്നും ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഈ സ്കൂളുള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ പ്രശ്നം. കാരണം ഞാൻ ആ കണ്ടക്ടർ വെളിയിറങ്ങി നോക്കണം കേട്ടോ. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, കണ്ടക്ടർ വെളിയിറങ്ങി നോക്കണം. കാറിൽ നിന്നൊക്കെ ഭയങ്കര തിളക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ സിഗ്നൽ വേണ്ടിയിട്ട് നേരെ വെച്ച് പിടിക്കാൻ വേണ്ടി ഒരു 700 മീറ്ററേ ഉള്ളൂ കേട്ടോ. 700 മീറ്റർ അല്ല, ഇവിടുന്ന് 700 മീറ്ററേ ഉള്ളൂ. ടോട്ടൽ 1.3 കിലോമീറ്റർ ഉണ്ട്. റോട്ടിൽ കൂടി ഇങ്ങനെ ആമ്പി ഇങ്ങനെ പറക്കണം കേട്ടോ. സെറ്റാ പോന്നെ കിടിലോ. വെള്ളം കുടിച്ച് ഊപ്പാട് വരും. ഡീഹൈഡ്രേഷൻ ആയി ഒരു പരുവാകും കേട്ടോ. അപ്പം നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത്. ഭയങ്കര കാറ്റും ഉണ്ട് കേട്ടാ, ഭയങ്കര കാറ്റും ഉണ്ട്.
201 G201 നമ്മളെ നമ്പർ. G201 195 201 കേട്ടോ. പക്ഷെ എത്തിയിട്ടുണ്ട്. ശരി പൈസ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 21 പൈസയാണ് കിട്ടിയത്. നേരെ ഇനി അങ്ങോട്ട് പോകാൻ പട്ടത്തോട്ടാണ് പോവാല്. ചിലപ്പോൾ ഇപ്പം തന്നെ ഓറടിക്കും. സംസം ബൺ കഫേ ഇല്ലേ, അവിടെ ഗ്യാരണ്ടി ഓറെന്നാണ് കാണിക്കുന്നത്. ഗ്യാരണ്ടി ഓറെന്ന് കാണിച്ചപ്പോൾ തന്നെ ഓറടിച്ചു കേട്ടോ. അവിടെ തന്നെ അടിച്ച് ബൺ കഫേ ഗ്യാരണ്ടി ഓറെന്ന് കാണിച്ച് ബൺ കഫേയിൽ ഓറർ പിടിച്ചു. നേരെ ഇങ്ങോട്ട് പോവാം. ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉള്ളൂ കേട്ടോ. അയ്യോ അമ്മച്ചി. ക്യാഷ് ലിമിറ്റ് ആയെന്ന് തോന്നുന്നു. ക്യാഷ് ലിമിറ്റ് ആയെന്ന് തോന്നണം ഏട്ടാ. ഇവിടെ ബ്ലോക്ക് ആവുന്നൊക്കെ കാണിക്കുന്നു. ചെറിയായിട്ടൊരു വിശപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ. ചെറിയായിട്ടില്ല, സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സാധനം തൽക്കാലം മാച്ചിട്ടേക്ക് കേട്ടോ. തൽക്കാലം 2 പഴംപൊരി, ഒരു എന്തൊരു മാച്ചേ, പഴംപൊരി, ഒരു സമൂസ. പഴംപൊരി സമൂസയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബൺ കഫേ കേട്ടോ. അയ്യോ അപ്പോൾ ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് ബട്ടർ ചിക്കൻ പാസ്തയും പിന്നെ ഐസ്ഡ് കോഫി, അറബിക് ചിക്കൻ ഷവർമ ആണ് ഐറ്റം. കോഴിക്കോട് ഇവിടെ പൂജപ്പുര ഉണ്ട് കേട്ടോ. പൂജപ്പുര നമ്മളെ ആദിത്യ മാർബൽ പിന്നെ അപ്പാർട്ട്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെറ്റ് ചോദിച്ചാൽ 6.6 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. ഇനി നേരെ വെച്ച് പിടിക്കാം കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡ് കാണുന്നതിന് പിസ്സ കിട്ടും. സോറി, ലെഫ്റ്റ് സൈഡ് കാണുന്നതിന് പിസ്സ കിട്ടും. റൈറ്റ് സൈഡിൽ കാണുന്നതിന് മറ്റേ ബെല്ലി മൊമ്മോ, ബിഗ് ബെല്ലി മൊമ്മോ. ഇത് ഇത്രയും ആ സ്കൂളിലെ വണ്ടികളാണ് കേട്ടോ. ഇത്രയും ആ സ്കൂളിലെ പിന്നെ പിള്ളേരെ കൊണ്ടുപോകാനുള്ള വണ്ടിയാണ്. ഇപ്പം സ്കൂൾ ഗൈസ്, അപ്പം നമ്മളാ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ ബാക്കി പറയാം കേട്ടോ. നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളാ ഇതില്ലേ, നമ്മളെ സന്തോഷവും ദുഃഖത്തിൻ്റെ കാര്യം. അപ്പോൾ സന്തോഷത്തിൻ്റെ ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി ദുഃഖത്തിൻ്റെ കാര്യം ഒന്നാമത്തത് പറയട്ടെ ഗൈസ്, സത്യം പറയാല്ലേ, കല്യാണം നടക്കില്ല. കുറേ നോക്കിയിട്ടാ. നമുക്ക് അത്ര വലിയ പിന്നെ പണക്കാർ വേണമെന്ന വലിയ സൗന്ദര്യം വേണമെന്നൊന്നുമില്ല. ഒരു അത്യാവശ്യം ഒരു മാന്യമായിട്ടുള്ള ഒരു സൗന്ദര്യമല്ല, പരമാവധി ഒഴിഞ്ഞു പോയാൽ ഇങ്ങ് അകത്ത് കയറി വരും. അപ്പോൾ കല്യാണം നടക്കുന്നില്ല. അപ്പോൾ അത് ഒന്നാമത്തെ വിഷമം. രണ്ടാമത്തത് സാമ്പത്തികമായിട്ട് വലുതായിട്ട് ഒരു ഇതില്ല, ഒരു ഉഷാറില്ല സാമ്പത്തിക. ഗൈസ്, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 300 മീറ്ററും കൂടെ ഉള്ളു കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുമ്പോൾ 954 രൂപ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അപ്പോൾ മിക്കവാറും ഇപ്പം തന്നെ ബ്ലോക്ക് ആവും കേട്ടോ. ക്യാഷാണ് ഗൈസ്. അപ്പോൾ കസ്റ്റമർ വന്നിട്ടുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറിയാണ് കേട്ടോ. 954 രൂപയാണ്
ഇപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറഞ്ഞാൽ പാരഗനാണ് കേട്ടോ. പാരഗൻ റെസ്റ്റോറൻ്റാണ്. മിക്കവാറും നമ്മളെ ലാസ്റ്റ് ഓർഡർ ആയിരിക്കും. 2:24 അപ്പോൾ ഫുഡ് കഴിച്ചേട്ടാ. കിട്ടിയ ഗ്യാപ്പിൽ തട്ടി. വേറെ ഒന്നുമല്ല, ചോറൊന്നും മാച്ചില്ല കേട്ടോ. ചോറൊന്നും മാച്ചില്ല. ഒരു സമൂസ, 2 പഴംപൊരി. സോ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാരഗൻ റെസ്റ്റോറൻറ്റ്. നമ്മൾ ഫുഡ് എന്ന് പെട്ടെന്ന് എടുക്കാം കേട്ടോ. സമയം കുറച്ച് സമയം ആയി, പെട്ടെന്ന് എടുക്കാം. ഇപ്പോൾ ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ എന്തെങ്കിലും ചാർജ്. അപ്പോൾ കൊടുക്കാനുള്ള അമ്പലമുക്കാണ്. പുതിയ ബസ്സാണ് കേട്ടോ. അത് KSRTCയിലെ പുതിയ ബസ്സാണ്. ടാറ്റയിലെ ബോഡി ടാറ്റയിലാണ് കേട്ടോ. വീട്ടിലെ ബസ് അശോക ലൈലാൻഡിന് കുഴപ്പമില്ല, ടാറ്റയും കൊള്ളാം. ഇത് കുറച്ചുകൂടെ പൊക്കമുള്ള ബോഡി പോലെ തോന്നണം കേട്ടോ. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് സൊമാറ്റോ ഓടിയിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 11/3 നമുക്ക് ടോട്ടൽ കിട്ടിയത് 385 രൂപ. ഇൻസെൻറ്റീവ് കിട്ടിയിട്ടില്ല, ഇൻസെൻറ്റീവ് ഇല്ലായിരുന്നു. പിന്നെ 11/3 മണി വരെയുള്ള ഇൻസെൻറ്റീവ് ഇല്ലായിരുന്നു. ഒറ്റ ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളുവായിരുന്നു. 27 ഓർഡർ എടുക്കുമ്പോൾ 585 രൂപ. അത് കിട്ടിയിട്ടില്ല. 6 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ജനുവരി 14 നമുക്ക് ടോട്ടൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 514 രൂപ 94 പൈസയാണ്. 14 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അടിച്ച് പാപ്പനംകോട്, നെയ്യാറ്റിൻകര ആ ഭാഗത്തോട്ട് വിട്ട് റിട്ടേൺ ഓർഡർ പിടിക്കാതായി. അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി. അന്നത്തെ ഇൻസെൻറ്റീവും കിട്ടിയിട്ടില്ല. ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. പേയാട് ഏതോ ഒരു അമ്പലത്തിൻ്റെ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു. നല്ല സമയം എടുത്തു കേട്ടോ. നല്ലപോലെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. മണിക്കൂർ ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ ബ്ലോക്കിൽ കിടന്നു. അങ്ങനെ ഒരുവിധം എത്തിച്ച് അങ്ങനെ ഓർഡർ അടിച്ചില്ല. അന്നത്തെ ദിവസം വൻ ശോകമായിരുന്നു. പൊങ്കലിൻ്റെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓർഡർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്ന് ടോട്ടൽ കിട്ടിയത് 1014 പൈസയാണ് കിട്ടിയത്. ടോട്ടൽ ഇൻസെൻറ്റീവ് കിട്ടാനുള്ളതാണ്, പക്ഷേ കിട്ടിയിട്ടില്ല. ഞാൻ അത് ടീം ലീഡറെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ആ കാര്യം. പിന്നെ അത് മാത്രമല്ല, നമ്മളെ മെഡൽ പിന്നെ ബ്ലോക്കിൽ പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മെഡൽ ഡിക്രീസ് ചെയ്യുക, സൊമാറ്റോ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്രീസ് ചെയ്യുകയാണ്. അതായത് 70 മെഡൽ പോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടക്കന് അതിനെ കുറച്ച് 50-60 ആക്കുകയാണ്. ഓരോ ഓർഡറും ഡിലേ എന്ന് കാണിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് കുറയ്ക്കുകയാണ്. അത് ഞാൻ ടീം ലീഡറെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ ശരിയാക്കാൻ ടിക്കറ്റ് റൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. സൈഡിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ. ഓക്കെ, ബൈ.